നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മരുന്നുക്ഷാമം രൂക്ഷം. GST വന്നതോടെ വില കുറഞ്ഞ മരുന്നുകളുടെ നഷ്ടം നികത്താതെ മരുന്നെടുക്കില്ലെന്ന് കച്ചവടക്കാർ. സ്ത്രീ പുരുഷന്മാരിൽ വിഷാദം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് വ്യത്യസ്ത തരത്തിൽ ആയിരിക്കുമെന്ന് പഠനം. സംസ്ഥാനത്ത് പകർച്ചപ്പനിക്ക് ശമനമില്ല. ഇന്നലെ പനി ബാധിച്ച് 6 മരണം. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 22,019 പേർ. സംസ്ഥാനത്ത് പകർച്ചപ്പനിക്ക് ശമനമില്ല. ഇന്നലെ പനി ബാധിച്ച് 6 മരണം. 22,019 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തിരുവനന്തപുരത്ത് 3ഉം മലപ്പുറത്ത് 2ഉം പാലക്കാട് 1ഉം മരണം റിപ്പോർട്ട് ചെയ്തു. 185 പേർക്ക് ഡെങ്കിപ്പനിയും 7 പേർക്ക് എലിപ്പനിയും 26 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. പകർച്ചപ്പനി നിയന്ത്രണ വിധേയമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് മരണസംഖ്യ കുത്തനെ ഉയരുന്നത്. തലസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. GST വന്നതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ അവശ്യമരുന്നുകൾക്ക് ക്ഷാമം. പ്രമേഹവും രക്തസമ്മർദ്ദവും അടക്കം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് പലയിടത്തും കിട്ടാനില്ല. GST നടപ്പിലാക്കിയ ശേഷം പുതിയ നികുതി നിരക്കിൽ മരുന്നുകൾ മൊത്ത വിതരണക്കാർ മെഡിക്കൽ ഷോപ്പുകൾക്ക് വിതരണം ചെയ്യാൻ മടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഡയാലിസിസ് രോഗികൾക്കുള്ള ഇഞ്ചക്ഷൻ, പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ എന്നീ അവശ്യമരുന്നുകളും ക്ഷാമം നേരിടുന്നു. പ്രതിസന്ധി ഈ മാസം മുഴുവൻ തുടർന്നേക്കുമെന്നാണ് വിവരങ്ങൾ. പഴയ നികുതി നിരക്കനുസരിച്ച് MRP രേഖപ്പെടുത്തിയ സ്റ്റോക്കിൽപ്പെട്ട മരുന്നുകൾ പുതിയ ഘടനയനുസരിച്ച് വിറ്റാൽ 10% വില നഷ്ടമാവുമെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെ പ്രതികരണം. മലശ്വാസനയും രക്തസ്രാവവും എന്ന വിഷയമാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ജെയിൻ സ്റ്റീഫനാണ്. ഡോക്ടർ, സ്വാഗതം ചർച്ചയിലേക്ക്. ഡോക്ടർ, എന്താണ് ഈ മലാശയത്തിൽ നിന്നുള്ള രക്തസ്രാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ നമ്മൾ രക്തം ഛർദ്ദിക്കാറുണ്ട് ആൾക്കാർ. ഇപ്പം മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം പറയും. അതുപോലെ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുക. അത് പല രീതിയിൽ വരാം. ചെറിയ തുള്ളി തുള്ളിയായിട്ട് മലം പോകുന്നതിന് മുമ്പ് വരാം, മലം പോയതിന് ശേഷം വരാം. ചില ആൾക്കാർക്ക് മലവുമായിട്ട് മിക്സ് ചെയ്ത് മലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വരകൾ പോലെ രക്തത്തിൻ്റെ അംശം കാണാം. ഇങ്ങനെ ഏത് തരത്തിലുള്ള രക്തം മലത്തിൽ കാണുന്നതും ഒരു കോമൺ എൻറ്റിറ്റിയാണ്. അത് നമ്മൾ എന്താണ് അതിന് കാരണം എന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ, ഏത് പ്രായക്കാരിലാണ് ശരിക്കും ഇത് കൂടുതലായി കാണപ്പെടുന്നത്? ഇത് നമുക്ക് സാധാരണഗതിയിൽ ഏത് പ്രായക്കാരിലും കാണാം. സാധാരണ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു നമ്മുടെ വീനിങ് പീരീഡ്, അതായത് ആദ്യത്തെ 6 മാസം അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കുട്ടികൾ നവജാത ശിശുക്കൾക്ക് കൊടുക്കുന്നത്. 6 മാസം കഴിഞ്ഞ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അതിനെയാണ് വീനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഈ പീരീഡിൽ സാധാരണ ആദ്യമായിട്ട് കുട്ടികളുടെ കുടലിലേക്ക് ആഹാരം പോകുന്ന സമയത്ത് ഈ കൂടുതലും ആൺകുട്ടികൾക്ക് കുട്ടികൾ നിർത്താതെ കരയും. അതോടൊപ്പം തന്നെ മലം നോക്കുമ്പോൾ മലത്തിൽ ചെറിയ ബ്ലഡിൻ്റെ അംശം കാണും. നമ്മളതിനെ നല്ല ജെല്ലി പോലുള്ള ബ്ലഡ് കാണും. ഇതിനെ നമ്മൾ പറയുന്ന ഇൻഡിസെപ്ഷൻ എന്നാണ്. പുറത്തുകാർ ഇതിനെ സാധാരണ പറയുന്നത് കുടലുടക്കി എന്ന് പറയും. അതായത് നമ്മുടെ കുട്ടികളുടെ കുടൽ അനക്കം തുടങ്ങുമ്പോൾ ഒരു പാർട്ട് മറ്റൊരു പാർട്ടിനകത്തേക്ക് കയറും. ഇൻഡിസെപ്ഷൻ അതാണ് സാധാരണ നമ്മുടെ ആദ്യമായിട്ട് ഈ മലത്തിൽ ബ്ലഡ് വരാനായിട്ടുള്ള ഒരു കാരണം കുട്ടികളിൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാധാരണ കാണുന്നില്ലെങ്കിലും നല്ല വിരശല്യമുള്ള കുട്ടികൾക്ക് 2 കാരണങ്ങൾ കൊണ്ട് മലത്തിൽ ബ്ലഡ് വരാം. ഒന്ന്, ഈ വിരശല്യം കാരണം നമ്മൾ കുടലിൻ്റെ മ്യൂക്കോസയിൽ മുറിവുകൾ വരികയും അവിടെ നിന്നുള്ള ബ്ലഡ് വരികയും ചെയ്യാം. രണ്ടാമതായിട്ട് ചെറിയ പിൻവം ഒക്കെ ഈ മലദോരത്തിന് ചുറ്റും ഭയങ്കരമായിട്ട് ഇച്ചിങ്, അതായത് ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ കുട്ടികൾ വളരെ കാര്യമായിട്ട് ഈ മലദോരത്തിന് ചുറ്റും ചൊറിയുന്നത് കൊണ്ട് അവിടെ മുറിഞ്ഞും ബ്ലഡ് വരാവുന്നതാണ്. അത് ഏതാണെന്ന് നമുക്ക് നോക്കുമ്പോഴറിയാം. ഇനി പ്രായമുള്ളവരിലാണെങ്കിൽ
സാധാരണ പ്രായമുള്ളവരല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്, അതായത് ഒരു 20 വയസ്സ് മുതൽ 40 വയസ്സുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ മലത്തിൽ ബ്ലഡ് വരുന്നതിന് കാരണമാകുന്ന അവസ്ഥകളെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഫിഷർ, പൈൽസ്, അതുപോലെ ഫിസ്റ്റുല, ഈ 3 കാരണങ്ങളാണ്. ഇനി വളരെ പ്രായമുള്ളവരിൽ പല രക്തക്കുഴലുകളിലുണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, മലാശയത്തിലോ അല്ലെങ്കിൽ ഈ മലദൂരത്തിലോ അല്ലെങ്കിൽ വൻകുടലിലോ ഉള്ള ക്യാൻസറും ഈ മലത്തിൽ ബ്ലഡ് വരുന്നതായിരിക്കും ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം. ഓക്കെ ഡോക്ടർ, ഈ കുട്ടികളിൽ വിരശല്യം മൂലം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞ കുട്ടികളിൽ പ്രധാനമായിട്ടും ഈ വിരശല്യം, പിന്നെ വിരശല്യം കൊണ്ടുണ്ടാകുന്ന ഒരു ബ്ലീഡിങ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുറവാണ്. കാരണം നമ്മൾ കേരളത്തെ പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൃത്യമായിട്ട് 6 മാസം ഇടവിട്ട് വരെയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറില്ല. എന്നിരുന്നാലും നമ്മൾ 1% ആൾക്കാർ ഇപ്പോഴും ഈ വിരശല്യത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെ ഇങ്ങനെ ഒരു ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇൻഡിസെപ്ഷൻ, അതായത് കുട്ടികളുടെ കുടൽ തിരിയുന്നത്, അതും നമുക്കൊരു കാരണമാണ്. പ്രധാനമായിട്ടും ഈ 2 കണ്ടീഷൻ തന്നെയാണ് കുട്ടികളിൽ കാണുന്നത്. ഓക്കെ ഡോക്ടർ, കുറച്ചു മുന്നേ സൂചിപ്പിക്കുകയുണ്ടായി ഫിഷർ, ഫിസ്റ്റുല, പൈൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് ഈ ഫിഷർ? ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള. ഒരു സാധാരണ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം മലദൂരത്തിലുള്ള എന്ത് കാരണത്തിൻ്റെയും കാര്യം പൈൽസാണ്. അപ്പം നമുക്ക് രോഗി എപ്പോഴും പറയുന്നത് വരുന്ന ഡോക്ടറെ എനിക്ക് പൈൽസാണ്, വേറെ സിംറ്റം ഒന്നും പറയത്തില്ല. അപ്പം നമ്മൾ ചോദിക്കുക എന്താണ് കാര്യം? പൈൽസിൻ്റെ അസുഖമാണ്, മലദൂരത്തിനകത്ത് വേദന, ചൊറിച്ചിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ഇത് 3 എന്നറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പൈൽസാണ്. പൈൽസിനെ പറ്റി നമ്മൾ ആദ്യം അറിയാനുള്ളതെന്ന് വെച്ചാൽ, പൈൽസ് എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കത്തില്ല സാധാരണഗതിയിൽ. മലദൂരത്തിലുള്ള വേദനയെല്ലാം പൈൽസാണെന്നൊരു മിഥ്യാധാരണയുണ്ട്. അതല്ല. പൈൽസ് അതിൻ്റെ ഏറ്റവും ടെർമിനൽ സ്റ്റേജ്, അതായത് പൈൽസ് പുറത്തു വന്ന് തള്ളി ഉടക്കുന്നത് വരെ പൈൽസിന് ഒരു കാലഘട്ടത്തിലും വലിയ വേദന ഉണ്ടായിരിക്കത്തില്ല. പൈൽസിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം മലത്തിൽ ബ്ലഡ് വരിക എന്നതാണ്. ബ്ലഡ് വരിക എന്ന് പറഞ്ഞാൽ മലം പോയി കഴിഞ്ഞാൽ ചീറ്റി നമ്മുടെ ടോയ്ലറ്റിലേക്ക് ബ്ലഡ് ഇങ്ങനെ ചീറ്റി വരും, അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് വരും, നല്ല എമൗണ്ട് വരെയും ചെയ്യും. അതാണ് നമുക്ക് പൈൽസ്. ഇനി അത് അടുത്തുള്ള ഒരു കണ്ടീഷനാണ് ഫിഷർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫിഷർ എന്ന് പറയുന്നത് വേദന രോഗിക്കുണ്ടെങ്കിൽ ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട ഫിഷറാണ്. ഫിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം കാരണം നമ്മുടെ മലം കട്ടിയായിട്ട് പോകുമ്പോൾ മലദൂരത്തിൻ്റെ അകത്ത് ഈ മലത്തിൻ്റെ ഷാർപ്പ് എഡ്ജസ് തട്ടി അവിടെ ഒരു മുറിവ് വരും. ആ മുറിവിനെയാണ് ഫിഷർ എന്ന്. അവിടെ ഒരു മുറിവ് കാണും. ആ മുറിവ് അവിടെ ഇരിക്കുകയും, നമുക്ക് മലദൂരം ഒരു ഫിക്സ്ഡ് ഓർഗൻ അല്ല. ഓരോ പ്രാവശ്യം മലം പോകുമ്പോഴും മലദൂരം വികസിക്കും, അത് കഴിഞ്ഞാൽ അടയും. അതുകൊണ്ട് തന്നെ മലദൂരത്തിൽ വരുന്ന ഒരു മുറിവിന് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും. അങ്ങനെ ഉണങ്ങാതെ മലദൂരത്തിനകത്തിരിക്കുന്ന ഒരു വ്രണത്തിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സിവിയർ പെയിനാണ്. രോഗിക്ക് ഒരു കാരണവശാൽ മലം പോകുമ്പോൾ അതികഠിനമായ വേദനയും, വേദന കാരണം ഇവർ ബാത്റൂമിൽ പോകാതിരിക്കുകയും ചെയ്യും. ഇവിടെ രണ്ടാമതായിട്ട് വേദനയോടൊപ്പം തന്നെ ബ്ലീഡിംഗ് കാണും. ഇവിടുത്തെ ബ്ലീഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ പൈൽസിന് ഞാൻ പറഞ്ഞതുപോലെ വളരെ സ്പീഡിന് വരിക, അല്ലെങ്കിൽ തുള്ളിയായിട്ട് വരുന്നതല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫിഷറിന് എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുണ്ട്. ഈ കട്ടിയുള്ള മലത്തിൻ്റെ പുറത്ത് ഒരു വര പോലെ കാണും, സ്ട്രീക്സ് ഓഫ് ബ്ലഡ്, ഇങ്ങനെ വര പോലെ കാണും. അതിനെയാണ് സാധാരണ ഫിഷറിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദൂരവുമായിട്ട് അധികം ബന്ധമില്ല. നമുക്ക് പേഷ്യൻറ്റിൻ്റെ മലദൂരത്തിന് 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ മാറി തൊലിപ്പുറത്ത് ചെറിയ ഒരു വ്രണം കാണും, അത് ഉണങ്ങത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ബ്ലഡ് വരും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇച്ചിരി മലം വരും, അല്ലെങ്കിൽ ഇച്ചിരി പഴുപ്പ് വരും. അല്ലാത്ത സമയങ്ങളിൽ ഒന്നും കാണത്തില്ല. ഇത് ശരിക്ക് പറഞ്ഞാൽ മലദൂരത്തിൻ്റെ പുറത്ത്, തൊലിപ്പുറത്തിൽ നിന്ന് ഒരു ട്രാക്കാണ് മലദൂരത്തിനകത്തേക്ക്. അതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബ്ലഡ് വരുന്നത് നമ്മുടെ മലവുമായിട്ട് മിക്സ് ചെയ്തോ മലതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല. മലദൂരത്തിൽ നിന്ന് സൈഡിലേക്ക് ഒരു 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്റർ എവിടെയാണോ ഫിസ്റ്റുലയുടെ ഓപ്പണിംഗ് ഉള്ളത് ആ ഭാഗത്തു കൂടിയാണ് വരുന്നത്. അങ്ങനെ ഈ 3 കണ്ടീഷൻസും വ്യക്തമായിട്ട് ഒരു സെപ്പറേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാര്യം 3നും 3 ചികിത്സയാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇതിന് എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത്? ഒരു ബ്ലീഡിംഗ് PR, അതായത് മലദൂരത്തിലൂടെ രക്തസ്രാവവുമായിട്ട് വരുന്ന ഏതൊരു രോഗിയെയും ആദ്യം ഡോക്ടർ പേഴ്സണലായിട്ട്
മലദ്വാരത്തിന് ചുറ്റും എന്തെങ്കിലും മുറിവുണ്ടോ, അവിടെ എന്തെങ്കിലും ഈ വേം ഇൻഫെസ്റ്റേഷൻ വന്നിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് അവിടെ നിന്നുള്ള ബ്ലീഡിംഗ് ആണോ, നമുക്ക് പുറത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പെർ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഒരു ഫിംഗർ വെച്ചിട്ട് തന്നെ മലദ്വാരത്തിലേക്ക് കടത്തിയിട്ട് അവിടെയുള്ള ഭാഗം പരിശോധിക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിരൽ വെച്ച് പരിശോധിക്കുമ്പോൾ മലദ്വാരത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മുഴ ഉണ്ടെങ്കിൽ എപ്പോഴും അറിയാൻ പറ്റും. ഇനി അടുത്തതുള്ളത് പ്രോക്ടോസ്കോപ്പി. അതായത് വളരെ ചെറിയ ഒരു ട്യൂബ് മലദ്വാരത്തിലേക്ക് കടത്തിയിട്ട് മലദ്വാരം നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ഫിഷറാണോ അല്ലെങ്കിൽ പൈൽസ് ആണോ അല്ലെങ്കിൽ ആ ഏരിയയിൽ അത്രയും ഏരിയയിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നറിയാൻ പറ്റും. ഇവിടെയും നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിൽ സാധാരണ നമുക്ക് ഈ ഒരു ടെസ്റ്റും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്ക് വേദനയായിരിക്കും രോഗിക്ക്. അവിടെ ഒരു മുറിവുണ്ട്, അത് ഉണങ്ങാതിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ മരുന്ന് കൊടുത്ത് ഈ വ്രണമൊക്കെ കരിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മലദ്വാരം എക്സാമിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഇവിടെ ഒരു കാരണം കണ്ടാലും ഇങ്ങനെയുള്ള ഒരു അഡൽട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൊളോണോസ്കോപ്പി, അതായത് മലദ്വാരവും വൻകുടലും മുഴുവൻ ഒരു ചെറിയ ട്യൂബ് കിടത്തി ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് മലദ്വാരത്തിന് മുകളിലായിട്ട് എവിടെയെങ്കിലും ചെറിയൊരു ലീഷൻ, അല്ലാതെ ഈ ഒരു ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ക്യാൻസർ മൂലവും ഈ മലത്തിലൂടെയുള്ള രക്തസ്രാവം ഉണ്ടാകാമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇത് നമുക്ക് എപ്പോഴും ചില സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവുമാണ്. കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സാധാരണ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മലദ്വാരത്തിലുള്ള എന്ത് കാര്യവും പൈൽസാണ്. അപ്പം നമ്മൾ സാധാരണ ഇവർ പൈൽസ് ആണെന്ന് പറയുമ്പം നാട്ടുവൈദ്യർ അല്ലെങ്കിൽ വീടിനടുത്ത് ഈ ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സ അങ്ങനെയുള്ള ബോർഡൊക്കെ കണ്ട് അവരുടെ അടുത്ത് പോയി പൈൽസ് ആണെന്ന് പറയും. അവിടെ ഈ ലാടവൈദ്യന്മാരും അവരൊക്കെ ഈ എന്ത് പറഞ്ഞാലും അവർ കെട്ടിക്കഴിയുമ്പം അവർ മലദ്വാരം പരിശോധിക്കത്തില്ല, മുകളിലേക്ക് ട്യൂബിട്ട് നോക്കുന്നില്ല, ഒന്നും കാണത്തില്ല. മിക്കവാറും മലദ്വാരത്തിൻ്റെ അടുത്ത് ചെറിയൊരു പൈൽസ് കാണും, അതിൻ്റെ മേളിൽ ഒരു ട്യൂമർ, അതായത് ഇപ്പം റെക്ടൽ ക്യാൻസർ, മലാശയത്തിലെ ക്യാൻസർ, അല്ലെങ്കിൽ ഏനൽ ക്യാൻസർ, മലദ്വാരത്തിലെ ക്യാൻസർ, അല്ലെങ്കിൽ ചിലപ്പം ഗ്രോത്ത് കാണത്തില്ല, മുകളിൽ നിന്ന് വൻകുടലിൽ നിന്നുള്ള ഒരു ക്യാൻസറിൽ നിന്നുള്ള ബ്ലീഡിംഗ് ആയിരിക്കും. അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടുപിടിക്കുകയാണ് എന്താണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ബ്ലീഡിംഗ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ചികിത്സ. അപ്പോൾ ക്യാൻസറിന് പറയുകയാണെങ്കിൽ മലദ്വാരത്തിലെ ക്യാൻസർ കൊണ്ട് ബ്ലീഡിംഗ് വരാം, മലാശയത്തിലെ ക്യാൻസർ കൊണ്ട് ബ്ലീഡിംഗ് വരാം, കൊളോണിക് അഥവാ വൻകുടലിലെ ക്യാൻസർ കൊണ്ട് ബ്ലീഡിംഗ് വരാം. ഈ ഓരോ ബ്ലീഡിങ്ങിൻ്റെയും അതിൻ്റെ നേച്ചർ വ്യത്യാസമാണ്. അതായത് നമ്മളിപ്പോൾ മലദ്വാരത്തിലുള്ള ഒരു ക്യാൻസർ ആണെങ്കിൽ ഡയറക്റ്റ് അവിടെ നിന്ന് ക്യാൻസറിൽ നിന്ന് ബ്ലഡ് വരുവാണ്, അതുകൊണ്ട് തന്നെ ഫ്രഷ് ബ്ലഡ് ആയിരിക്കും. ഇനി മലാശയത്തിൻ്റെ മേൽഭാഗത്തു നിന്നാണ് ഇതിലെ ക്യാൻസർ ആണെങ്കിൽ ഈ മലവുമായിട്ട് കുറച്ച് മിക്സ് ആവും. അപ്പം നല്ല ഫോംഡ് സ്റ്റൂളായിരിക്കും, പക്ഷേ ഒരു ബ്ലഡ് അവിടെ എവിടെ ബ്ലഡ് കാണും. ഇനി മുകളിൽ വൻകുടലിലാണെങ്കിൽ മൊത്തം മലവുമായിട്ട് മിക്സ് ചെയ്തായിരിക്കും ഈ ബ്ലഡ് വരുന്നത്. അപ്പം നമുക്ക് ഈ മലം എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് തന്നെ ഏത് ലെവലിൽ നിന്നാണ് ബ്ലഡ് വരുന്നതെന്നും ഒരു പരിധി വരെ അറിയാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ദയവായി തുടരുക. ഒരിടവേളയ്ക്ക് ശേഷം ചർച്ച തുടരും. കഴിഞ്ഞുകൂടി പൊക്കട്ടെ എന്ന് കരുതിയ യാമിനി ചേച്ചി ഇങ്ങനൊരു സഹായം ചെയ്തത്. രാമുണ്ണിയുടെ കൊലയാളിയുടെ ലക്ഷ്യം ചിത്രാലയമാണ്, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റെന്തോ. കാളിഗണ്ഡകി ഫെബ്രുവരി 13 തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക്. ഡോക്ടർ, ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുകയുണ്ടായി ഫിഷർ, ഫിസ്റ്റുല, പൈൽസ് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ ചികിത്സാ രീതികളെ പറ്റി ഒന്ന് വിശദമാക്കാമോ? ഇവിടെ നമ്മൾ അറിയേണ്ടത് ഇത് മൂന്ന് സ്പെസിഫിക് എൻറ്റൈറ്റീസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ചികിത്സ ഓരോ രീതിയിലുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ഫിഷർ നോക്കാം. നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും പെയിൻഫുൾ വേദന ഉള്ള കണ്ടീഷനാണ് ഫിഷർ. രോഗി തന്നെ വേദന കാരണം മലം പോകാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നു. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ മലം ലൂസായിട്ട് പോകാനായിട്ടുള്ള മരുന്ന് കൊടുക്കും.
പക്ഷേ എന്നിരുന്നാലും ഈ ഫിഷർ ഉള്ളവർക്ക് മലം ലൂസായിട്ട് പോകുന്നുണ്ടെങ്കിലും പെയിൻ കാരണം ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നമുക്കിപ്പോൾ വളരെ നല്ല മരുന്നുകൾ അവൈലബിൾ ആണ്. നേരത്തെ ഫിഷറിൻ്റെ ചികിത്സ സർജറി ആയിരുന്നു. ഇപ്പോൾ 95% ഫിഷറും നമുക്ക് മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അതായത് സ്മൂത്ത് മസിൽ റിലാക്സ് ചെയ്യുന്ന സാധനം, നമ്മുടെ ഏനസിനെ കവർ ചെയ്തൊരു സ്ഫിങ്ഡർ ഉണ്ട്, ഏനൽ സ്ഫിങ്ഡർ. നമുക്ക് മലം പോകണ്ട എന്ന് തോന്നുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ സ്ഫിങ്ഡറിനെയാണ് ഏനൽ സ്ഫിങ്ഡർ എന്ന് പറയുന്നത്. ഈ ഏനൽ സ്ഫിങ്ഡർ റിലാക്സ് ചെയ്യാനായിട്ടുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഇപ്പം നിഫിഡിപ്പിൻ അല്ലെങ്കിൽ അതുപോലുള്ള മരുന്നുകളാണ് സാധാരണ. ഇതിൻ്റെ ഓയിൻമെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ലോക്കലി ഈ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മലദ്വാരം വികസിക്കുകയും ആ സ്പാസം റിലീവ് ചെയ്യുന്നത് കൊണ്ട് പെയിൻ മാറും. അതിനോട് ലാക്സേറ്റീവ്സ് കൊടുക്കുമ്പോൾ നമുക്കൊരു 95% ഏനൽ ഫിഷറും മരുന്ന് കൊണ്ട് ചികിത്സിക്കാവുന്നതാണ്. എന്നാലും ഒരു പരിധിവരെ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് മരുന്നും ഓയിൻമെൻറ്റ്സും കൊണ്ട് നമുക്കൊരു ബലം കിട്ടാതെ വരുന്നവർക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ലാറ്ററൽ സ്ഫിങ്ഡറോട്ടമി എന്ന് പറയും. അതായത് ഈ മലദ്വാരത്തിൻ്റെ ഞാൻ പറഞ്ഞ ഏനൽ സ്ഫിങ്ഡർ ഉണ്ട്, അതിൻ്റെ ഫൈബേഴ്സിനെ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കും. അത് കട്ട് ചെയ്യുമ്പോൾ മലദ്വാരം വികസിക്കുകയും നമ്മുടെ ബുദ്ധിമുട്ട് മാറുകയും ആ വൂണ്ട് ഹീൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് സാധാരണ ഏനൽ ഫിഷറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അടുത്തതായിട്ട് നമ്മൾ ഈ പറഞ്ഞ മൂന്നിലും ട്രീറ്റ്മെൻറ്റ് വൈസ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല. ഫിസ്റ്റുല എന്ന് വെച്ചാൽ മലദ്വാരത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ട്രാക്ക് മലദ്വാരത്തിൻ്റെ മുകളിൽ വരെ മലദ്വാരവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്രാക്കാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഫിസ്റ്റുലെക്ടമി, അതായത് ഈ ഹോൾ ഫിസ്റ്റുലസ് ട്രാക്ട് സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞ് ഓപ്പൺ ആക്കി വയ്ക്കും. അത് പിന്നെ വളരെ ഗ്രാനുലേറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വരണം. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു 3 to 5% റിക്കറൻസ് റേറ്റ് ഉണ്ട് ഫിസ്റ്റുലെക്ടമിക്ക്. നമ്മൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണുന്ന അസുഖം എന്ന് പറയുന്നത് പൈൽസാണ്. പൈൽസിന് നമ്മൾ പ്രധാനമായിട്ടും പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്ന അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ്. ഏത് ഗ്രേഡാണ്, നമുക്ക് 4 ഗ്രേഡാണ് പൈൽസിനുള്ളത്. അല്ലാതെ എല്ലാ പൈൽസിനും ഒരു ട്രീറ്റ്മെൻറ്റ്, എല്ലാ പൈൽസും നമുക്ക് കരിച്ചു കളയാം, അല്ലെങ്കിൽ എല്ലാ പൈൽസും ഇഞ്ചക്ഷൻ എടുക്കാം, എല്ലാ പൈൽസും സർജറി ചെയ്യാം, അങ്ങനെ ഒരു കോമൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞില്ല. അതാണ് പലപ്പോഴും നമുക്ക് ഈ പലയിടത്ത് വെച്ചും ആൾക്കാർക്ക് പ്രശ്നം പറ്റുന്ന. നമുക്ക് നോക്കത്തില്ല ഏത് പൈൽസ് ഏത് ഗ്രേഡാണെങ്കിലും ഒരേ ചികിത്സ എടുക്കും. അപ്പം നമുക്ക് എന്ത് ഗ്രേഡാണെന്ന് നോക്കിയിട്ട്, അതായത് ഇപ്പം ഗ്രേഡ് 1 പൈൽസ്, അത് വളരെ ചെറുത്, നമ്മൾ നോക്കുമ്പോൾ മലദ്വാരത്തിനകത്ത് ചെറുതായിട്ട് പൈൽസ് വന്നിട്ടേ ഉള്ളൂ. അവിടെ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാവുന്നത് 2 ട്രീറ്റ്മെൻറ്റാണ്. ഒന്ന്, നമുക്ക് മെഡിസിൻ എടുക്കാം, കാൽഷ്യം ഡോബിസലേറ്റ് അതുപോലുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ഇത് ചുരുങ്ങാനായിട്ട്. രണ്ടാമത്, അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ പൈൽ മാസിലേക്ക് ഒരു ഇഞ്ചക്ഷൻ സ്ക്ലീറോതെറാപ്പി എന്ന് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പോൾ ആ പൈൽസ് ചുരുങ്ങി അങ്ങ് പോകും. മൂന്നാമതായിട്ട്, ഈ ചെറിയ ഗ്രേഡ് 1 പൈൽസിന് നമുക്ക് വളരെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, അതുപോലെ ഈ ലേസർ വെച്ച് കരിക്കുന്ന അങ്ങനത്തെ പല ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നു. ഈ ഗ്രേഡ് 2 പൈൽസിനും നമുക്ക് ഈ ലേസറോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനോ ഇൻഫ്രാറെഡ് കൊയാഗുലേഷൻ അങ്ങനെ കുറേ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കരിച്ചു കളയുന്ന ചികിത്സയൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് പലപ്പോഴും നമ്മളടുത്ത് എത്തുന്ന രോഗികളിൽ 90%നും ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 4 പൈൽസ് ആണുള്ളത്. ഏർലി സ്റ്റേജ് ആയിരിക്കത്തില്ല. പലയിടത്തുനിന്ന് ചികിത്സ കഴിഞ്ഞ് വരുന്ന ഈ പൈൽസ് ഉണ്ടായി അത് തള്ളി പുറത്തു വരുന്ന അവസ്ഥയിലാണ് വരുന്നത്. ഈ അവസ്ഥയിൽ നമുക്ക് മിക്കവാറും പേർക്ക് വേണ്ടി വരുന്നത് സ്റ്റാൻഡേർഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് നമുക്ക് സാധാരണ സർജറി ഉണ്ട്. അതായത് ഈ പൈൽസ് നമ്മൾ ഫുൾ കട്ട് ചെയ്ത് മാറ്റുന്ന പൈൽസിൻ്റെ ലൈഗേഷൻ ആൻഡ് എക്സിഷൻ ഓഫ് പൈൽ മാസ് എന്ന് പറയുന്ന സാധാരണ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നമുക്കൊരു 100% ഇഫക്റ്റീവാണ്. ഓൺലി തിങ്, മലദ്വാരത്തിന് ചുറ്റും ചെറിയ മുറിവുകൾ കാണും. നമുക്കതൊക്കെ ഉണങ്ങി വരാൻ 1 മാസം എടുക്കും. ചെറിയ പെയിനൊക്കെ കാണും. അങ്ങനെ ഉണ്ടെന്നതൊഴിച്ചാൽ നമ്മുടെ റിസൾട്ട് വൈസ് ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല ആൾക്കാരും ഈ മുറിവ് പെയിൻഫുൾ, നമുക്ക് വല്ല ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിലൊരു മിനിമലി ഇൻവേസീവ്, വലിയ വ്രണമൊന്നും ഇല്ലാതെ ഒരു സർജിക്കൽ മെത്തേഡുണ്ട്. അതിനെ സ്റ്റേപ്ലർ ഹെമറോയിഡക്ടമി എന്ന് പറയും. നമ്മൾ ചെറിയ സ്റ്റേപ്ലർ എന്ന് പറഞ്ഞൊരു ഡിസ്പോസിബിൾ മെഷീൻ വെച്ചിട്ട് മലദ്വാരത്തിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് ഈ ഫുൾ പൈൽ മാസിനെയും കട്ട് ചെയ്ത് മാറ്റുന്ന രീതിയാണത്. അതിൽ നമുക്ക് മലദ്വാരത്തിന് ചുറ്റും മുറിവോ അല്ലെങ്കിൽ വേറെ വേദനയോ ഒന്നും കാണത്തില്ല. നമ്മൾ രോഗി പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെ തോന്നും. എന്നിരുന്നാലും മുഴുവൻ പൈൽ മാസും നമ്മൾ സർജറി ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും.
ഇപ്പോൾ പുതുതായിട്ട് ഈ പൈൽസിന് നമുക്ക് ഈ പൈൽസിൻ്റെ ആ ഡയലേറ്റ് ചെയ്യുന്ന രക്തക്കുഴലിൻ്റെ ബേസ് കെട്ടുന്ന ഒരു പുതിയ ടെക്നിക്കും വന്നിട്ടുണ്ട്. ഹെമറോയിഡൽ ആർട്ടറി ലൈഗേഷൻ എന്ന് പറയും. അതും ഒരു നല്ല വിധം ഇഫക്റ്റീവാണ്. ഇപ്പോൾ ഒത്തിരി സെൻറ്റേഴ്സിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ മലാശയത്തിൽ നിന്നുള്ള ഈ ഒരു രക്തസ്രാവം അപകടകരമാവുന്നത് എപ്പോഴാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇതുവരെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ക്യാൻസറോ അങ്ങനെ പ്രശ്നമുള്ള ഒന്നുമല്ല. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ പേടിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യാൻസറാണ്. ഈ മലാശയത്തിലൂടെയുള്ള ഒരു ബ്ലഡ് ഒരു ക്യാൻസറിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്യൂമറിൽ നിന്നുള്ളതാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മലദൂരത്തിലെ ക്യാൻസർ ആകാം, മലാശയത്തിലെ ക്യാൻസർ ആകാം, വൻകുടലിലെ ക്യാൻസർ ആകാം. ഇതിൽ എന്തെങ്കിലും നമുക്ക് സംശയമുണ്ടെങ്കിൽ ഈ രോഗിയെ കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന മലദൂരം ഫുൾ ഒരു ട്യൂബിട്ട് പരിശോധിക്കുന്ന ടെസ്റ്റ് ചെയ്യുകയും മലാശയത്തിലോ വൻകുടലിലോ എവിടെയെങ്കിലും ഒരു ചെറിയ ട്യൂമർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും നേരത്തെ ആ ക്യാൻസറിൻ്റെ ചികിത്സ എടുക്കുന്നത് കൊണ്ട് ആ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ട് പ്രായമുള്ള ആൾക്കാരിൽ വരുന്ന വേറെ 1-2 കണ്ടീഷൻസ് ഉണ്ട്. ആൻജിയോ ഡിസ്പ്ലേസിയ എന്ന് പറഞ്ഞ് ഈ കുടലിലെ രക്തക്കുഴലുകൾ വികസിച്ച് പൊട്ടി അതിൽ നിന്ന് മാത്രം വരുന്ന ബ്ലീഡിംഗ് ആയിട്ട് വരും. അത് നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് കണ്ടുപിടിക്കുകയും ഇപ്പം നമുക്ക് അതിനെ ലൈറ്റ് അടിച്ച് കരിച്ച് കളയാൻ പറ്റും ആ ബ്ലീഡിംഗ് പോയിൻറ്റ്സിനെ. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ സ്ത്രീകളിലാണെങ്കിൽ ഈ ക്യാൻസർ സെർവിക്സ് അല്ലെങ്കിൽ അതുപോലെ വയറിൻ്റെ എവിടെയെങ്കിലും ഉള്ള ക്യാൻസറിൻ്റെ റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ റേഡിയേഷൻ നമ്മളെ കുടലിനെ ബാധിക്കുകയും ഈ വൻകുടലിൽ നിന്നൊക്കെ അകത്തുനിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുകയും അത് ഒരു ബ്ലീഡിംഗ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഓക്കെ ഡോക്ടർ, മലശോധനയും രക്തസ്രാവവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ജെയിൻ സ്റ്റീഫനാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേള. ഫെബ്രുവരി 13 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30. സ്ത്രീ പുരുഷന്മാരിൽ വിഷാദം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കുമെന്ന് പഠനം. കൌമാരക്കാരിൽ പെൺകുട്ടികൾക്കാണ് വിഷാദരോഗം കൂടുതലായി ബാധിക്കുന്നത്. കൌമാരക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വ്യത്യസ്ത തരത്തിലായിരിക്കും വിഷാദം ബാധിക്കുക. ഇവരിൽ പ്രത്യേകം ചികിത്സ തന്നെ വേണ്ടിവരുമെന്ന് പഠനം. 15 വയസ്സാകുമ്പോഴേക്കും വിഷാദം ബാധിക്കാനുള്ള സാധ്യത ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളിൽ ഇരട്ടിയാണ്. ശരീരത്തെ പറ്റിയുള്ള ബോധം, ഹോർമോൺ വ്യതിയാനങ്ങൾ, ജനിതക ഘടകങ്ങൾ മുതലായവയാണ് വിഷാദത്തിന് കാരണമാകുന്നത്. പാരമ്പര്യമായും വിഷാദം പെൺകുട്ടികൾക്ക് പകർന്നു കിട്ടും. പുരുഷന്മാരിൽ വിഷാദം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ സ്ത്രീകളിൽ ഇടവേളകളിലാവും പ്രത്യക്ഷപ്പെടുക. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരെയാകും വിഷാദം ഗുരുതരമായി ബാധിക്കുന്നത്. പുരുഷന്മാരെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാൻ വിഷാദം കാരണമാകുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ കേംബ്രിഡ്ജ് സർവകലാശാല ഗവേഷകനായ ജി യു ചാങ് പറഞ്ഞു. വിഷാദം ബാധിച്ച 11നും 18നും ഇടയിൽ പ്രായമുള്ള 82 പെൺകുട്ടികളിലും 24 ആൺകുട്ടികളിലുമാണ് പഠനം നടത്തിയത്. ഫ്രോണ്ടിയേഴ്സ് ഇൻ സൈക്യാട്രി എന്ന ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹെൽത്ത് ഡെസ്ക്, അമൃത ടിവി. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമം രൂക്ഷം. GST വന്നതോടെ വില കുറഞ്ഞ മരുന്നുകളുടെ നഷ്ടം നികത്താനാകാതെ മരുന്നെടുക്കില്ലെന്ന് കച്ചവടക്കാർ. സ്ത്രീ പുരുഷന്മാരിൽ വിഷാദം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കുമെന്ന് പഠനം. സംസ്ഥാനത്ത് പകർച്ചപ്പനിക്ക് ശമനമില്ല. ഇന്നലെ പനി ബാധിച്ച് 6 മരണം. വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 22,019 പേർ.
ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.